എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെന്ന് കരുതുക. ലാംഡ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഒരു ഐഗൻ വാല്യൂ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഈ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആവുന്ന ലാംഡകളെയാണ് നമ്മൾ ഐഗൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പൊ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ആണ്. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ റാങ്ക് n അല്ല എന്നാണ് അർത്ഥം. കാരണം അതിന്റെ ഓർഡർ n ആണ്. അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതിന്റെ റാങ്ക് n അല്ല, റാങ്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആണ്. അതുകൊണ്ട് എ മൈനസ് ലാംഡ ഐ എക്സ്, എ മൈനസ് ലാംഡ ഐ നിങ്ങൾ ബി എന്നൊരു മെട്രിക്സ് ആയിട്ട് വിളിച്ചാൽ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. അതുകൊണ്ട് ബിയുടെ റാങ്ക് n അല്ല, അതായത് ബിയുടെ റാങ്ക് n-നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ബി എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹോമോജിനിയസ് ഇക്വേഷന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി സം നോൺ സീറോ വെക്ടർ എക്സ്, വെക്ടർ എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വെക്ടർ എന്ന് പറയുന്നത്, സച്ച് ദാറ്റ് എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0, അതായത് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. അത്തരത്തിലുള്ള ഒരു നോൺ സീറോ വെക്ടറിനെയാണ് അല്ലെങ്കിൽ നോൺ സീറോ കോളം മെട്രിക്സിനെയാണ് നാം ഐഗൻ വെക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ക്യാപിറ്റൽ എ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ ലാംഡ എന്ന് പറയുന്നത്. എ ഒരു n/n മെട്രിക്സ് ആണ്. ലാംഡ എയുടെ ഒരു ഐഗൻ വാല്യൂ ആണെന്ന് കരുതുക. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ മൈനസ് ലാംഡ ഐയുടെ റാങ്ക് n ആകില്ല. എ മൈനസ് ലാംഡ ഐയുടെ റാങ്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ n ആയിരിക്കും. അതായത് എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ നോൺ ട്രിവിയൽ സൊല്യൂഷനെയാണ് നാം ഐഗൻ വെക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ ലാംഡ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം. ഉദാഹരണത്തിന് ഈ മെട്രിക്സ് 1 -2 -2 4 എന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സും അതായത് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം എന്ന് കരുതുക. 1 -2 -2 4 അതാണ് മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 -2 -2 4. നമുക്കറിയാം ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ ഐഗൻ വാല്യൂസ് കിട്ടാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 1 മൈനസ് ലാംഡ -2 -2 4 മൈനസ് ലാംഡ ഈക്വൽ ടു 0. അതായത് 1 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ -4 ഈക്വൽ ടു 0. അതായത് ലാംഡ സ്ക്വയർ -4 ലാംഡ മൈനസ് ലാംഡ പ്ലസ് 4 -4 ഈക്വൽ ടു 0. അതായത് ലാംഡ സ്ക്വയർ -4 ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ -5 ലാംഡ ഈക്വൽ ടു 0. അതായത് ലാംഡ ഇൻറ്റു ലാംഡ -5 ഈക്വൽ ടു 0. അതായത് ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഈക്വൽ ടു 5. അതാണ് 0യും 5ഉം അതിന്റെ ഐഗൻ വാല്യൂസ് ആണ് എന്ന് കിട്ടും. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ഞാനതൊന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഈ 0 എന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറുകൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ലാംഡ ഈക്വൽ ടു 0 എന്ന് എടുക്കുക. എന്നിട്ട് എ മൈനസ് ലാംഡ ഐ കാണുക. ലാംഡ ഈക്വൽ ടു 0 എന്ന് എടുത്ത് എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ എ മൈനസ് 0 ഐ, കാരണം ലാംഡ എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. അപ്പോൾ എ മൈനസ് 0 ഐ, ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് എ തന്നെ 1 -2 -2 4. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് നോക്കൂ, എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0 എന്ന ഹോമോജിനിയസ് ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എ മൈനസ് ലാംഡ ഐ കിട്ടി. ഇനി നമ്മളത് സോൾവ് ചെയ്യാൻ അതിന്റെ കാനോണിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ഈ -2നെ 0 ആക്കണം. അതായത് R2 ഈസ് ചേഞ്ച്ഡ് ടു R2 + 2R1 എഴുതണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് എന്തായി, എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐക്ക് പകരം എന്ത് എഴുതാം? 1 -2 0 0 എന്ന് എഴുതാം, കാനോണിക്കൽ ഫോം. XY, എക്സിന് പകരം XY അല്ലെങ്കിൽ X1 X2 XY എന്ന് എഴുതിയാൽ മതി. XY 0 0. അതിന്റെ അർത്ഥം എന്താണ്? x - 2y ഈക്വൽ ടു 0 എന്നാണ് അതിനർത്ഥം. x - 2y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് y ഈക്വൽ ടു a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x ഈക്വൽ ടു 2a എന്ന് കിട്ടും. അതായത് നമ്മൾ ആക്ച്വലി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും എഴുതുന്നില്ല എന്നേ ഉള്ളൂ. അതായത് 1 -2 0 0 0 0
ഇങ്ങനെയാണ് നമ്മൾ ആ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുക. ഇവിടെ ഓഗ്മെന്റഡ് മെട്രിക്സ് അല്ല, നമ്മൾ ആ കറസ്പോണ്ടിങ് മെട്രിക്സ് മാത്രമേ എഴുതുള്ളൂ എന്നുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എക്സ് മൈനസ് 2y ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെയും റാങ്ക് 1 ആണ് കിട്ടുക. കാരണം ഒരു നോൺ സീറോ റോ മാത്രമേ ഉള്ളൂ, 2 അൺനോൺസ് ഉണ്ട് താനും. അപ്പോൾ നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. y ഈക്വൽ ടു a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x ഈക്വൽ ടു 2a എന്ന് കിട്ടും. അതായത് നമുക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് x, y ആണല്ലോ. അതായത് 2a, a. കാരണം x എന്ന് പറഞ്ഞാൽ 2a ആണ്, y എന്ന് പറഞ്ഞാൽ a ആണ്. ഇതാണ് 0 എന്ന ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ. ഇനി ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ നമ്മൾ ഇതുപോലെ a മൈനസ് ലാംഡ ഐ എടുക്കുക. പക്ഷെ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ a മൈനസ് 5y. അപ്പൊ എയിൽ ആ ഡയഗണൽ എൻട്രീസിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a എന്ന് പറയുന്നത് 1 മൈനസ് 2 4 ആണ്. 1ൽ നിന്ന് -5 കുറയ്ക്കുമ്പോൾ -4, 4ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ -1. ബാക്കി എല്ലാ എലമെന്റ്സും അതുപോലെ തന്നെ. അതാണ് a മൈനസ് 5y എന്ന് പറയുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്കതിനെ കാനോണിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരണം. കാനോണിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ ഫസ്റ്റ് റോയെ 4 കൊണ്ട് -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 1 1/2. സെക്കൻഡ് റോ അതുപോലെ തന്നെ. അടുത്തതിൽ ഈ -2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് R2 ഈസ് ചേഞ്ച് ടു R2 പ്ലസ് 2R1. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? x പ്ലസ് 1/2y. അതായത് a മൈനസ് ലാംഡ ഐ x ഈക്വൽ ടു 0 ആണ് സോൾവ് ചെയ്യേണ്ടത്. അതായത് x പ്ലസ് 1/2y ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് yക്ക് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ x ന് a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു -2a എന്ന് കിട്ടും. എക്സിനാണ് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, വൈക്കാണ് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ x ഈക്വൽ ടു -1/2a എന്ന് കിട്ടും. അതായത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ അല്ലെങ്കിൽ ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ a മൈനസ് 2a എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഐഗൻ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സും ഇവാലുവേറ്റ് ചെയ്യുന്നത്. മറ്റുദാഹരണം കാണാം. 1302 എന്ന എക്സാമ്പിൾ എടുത്തു എന്നിരിക്കട്ടെ. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 3 0 2 ആണെന്നിരിക്കട്ടെ. നമുക്ക് ആദ്യം ഐഗൻ വാല്യൂസ് കാണാം. ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഗൻ വാല്യൂസ് കിട്ടുക. സോ 1 മൈനസ് ലാംഡ 3 0 2 മൈനസ് ലാംഡ, അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു 1 ലാംഡ ഈക്വൽ ടു 2. രണ്ട് ഐഗൻ വാല്യൂസ് കിട്ടി. ആദ്യം ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ കാണാം. അപ്പൊ a മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ a മൈനസ് ഐ എന്ന് വരും. കാരണം ലാംഡ ഈക്വൽ ടു 1 ആണ്. a മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ആ ഡയഗണൽ എൻട്രീസിൽ നിന്നെല്ലാം 1 കുറയ്ക്കണം. 0 1, ബാക്കിയെല്ലാം അതുപോലെ എഴുതണം. അപ്പോ 0 3 0 1 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ കാനോണിക്കൽ ഫോം നമുക്ക് എഴുതാം. കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഫസ്റ്റ് റോയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും. എന്താ ചെയ്തത്? R1 ഈസ് ചേഞ്ച് ടു 1/3 R1. ഇനി നമുക്ക് ഈ താഴെയുള്ള എലമെന്റിനെ 0 ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ ഇത് 0 0 എന്ന് വരും. അതായത് നമുക്ക് R2 ഈസ് ചേഞ്ച് ടു R2 മൈനസ് R1. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 0x. a മൈനസ് ലാംഡ ഐ x ഈക്വൽ ടു 0 എന്നാണല്ലോ വേണ്ടേ? a മൈനസ് ലാംഡ ഐ x ഈക്വൽ ടു 0 ഇംപ്ലൈസ് 0 1 0 0 x എന്ന് പറഞ്ഞാൽ xy എന്ന് എഴുതാം ഈക്വൽ ടു 0 0. അതിന്റെ അർത്ഥം എന്താണ്? 0x പ്ലസ് y ഈക്വൽ ടു 0. അടുത്ത എഴുതുമ്പോൾ 0x പ്ലസ് 0y ഈക്വൽ ടു 0 അത് എഴുതേണ്ട കാര്യമില്ല. 0x പ്ലസ് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്ലസ് y ഈക്വൽ ടു 0 ആൻഡ് x ക്യാൻ ബി എനി വാല്യൂ. എക്സിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. x ക്യാൻ ബി എനി വാല്യൂ. കാരണം എക്സിന് എന്ത് വാല്യൂ എടുത്താലും ഈ 0x പ്ലസ് y എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യും. y ഈക്വൽ ടു 0 ആയിരിക്കും. എങ്ങനെയാണ് 0x പ്ലസ് y എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ എന്നുള്ളത് x ക്യാൻ ബി എനി വാല്യൂ എന്ന് പറഞ്ഞാൽ a എടുക്കാം നമുക്ക്. y എന്ന് പറയുന്നത് 0. അതാണ് നമുക്ക് ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ. ഇനി നമുക്ക് കേസ് 2 ലാംഡ ഈക്വൽ ടു 5 അല്ലെ, ലാംഡ ഈക്വൽ ടു 2.
ലാംഡ ഈക്വൽ ടു 2. അപ്പൊ എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ എ മൈനസ് 2i എന്ന് വരും. അതായത് ആ മെട്രിക്സ് എന്ത് വരും? എ എന്ന് പറയുന്നത് എന്താണ്? 1302 ആണ്. അപ്പൊ ഡയഗണൽ എൻട്രീസിൽ നിന്ന് 2 കുറയ്ക്കണം. 1302. അപ്പൊ 1ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ -1 3 0 2ൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 0. ഇത് this is equivalent to 1 -3 0 0. അപ്പോൾ എ മൈനസ് കാനോണിക്കൽ ഫോം ആയി കഴിഞ്ഞു. എ മൈനസ് ലാംഡ ഐ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ എന്ത് കിട്ടും? 1 -3 0 0 x y ഈക്വൽ ടു 0 0 എന്ന് വരും. അതായത് x മൈനസ് 3y ഈക്വൽ ടു 0. അതായത് നമുക്ക് പുട്ട് y ഈക്വൽ ടു a. therefore x എന്ന് പറയുന്നത് 3a. സോ ക്യാപിറ്റൽ X എന്ന് പറയുന്നത് 3a, a. അതാണ് ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ. ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് a0. ഞാൻ അതിന്റെ ആൻസർ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. 1 എന്ന് പറയുന്ന ഐഗൻ വാല്യൂ, 2 എന്ന് പറയുന്ന ഐഗൻ വാല്യൂ കിട്ടും. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ നമ്മളിവിടെ പറഞ്ഞതുപോലെ a0. പിന്നെ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ 3a. ക്ലിയർ ആണോ അത്? Yes, sir. Now, ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. തേർഡ് പ്രോബ്ലം 3 1 -1 2 2 -1 2 2 0. ആദ്യം അതിന്റെ ഐഗൻ വാല്യൂസ് കാണണം. 2 ഐഗൻ വാല്യൂസ് ഉണ്ടെന്ന് കിട്ടും. ലാംഡ ഈക്വൽ ടു 1ഉം ലാംഡ ഈക്വൽ ടു 2ഉം. ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ a02 എന്ന് കിട്ടും. ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ aa2 എന്ന് കിട്ടും. അത് ചെയ്ത് നോക്കുക. നാലാമത്തെ പ്രോബ്ലം അതുപോലെ തന്നെ ഒരു 3x3 മെട്രിക്സ് ആണ്. അതിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കാണണം. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നിങ്ങൾക്ക് ലാംഡ ക്യൂബ് മൈനസ് 11 ലാംഡ സ്ക്വയർ പ്ലസ് 38 ലാംഡ മൈനസ് 40 ആണെന്ന് കിട്ടും. അതിന്റെ റൂട്ട്സ് 2 4 5. ആദ്യം 2 എന്ന് പറയുന്ന റൂട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ച് നമ്മൾ ബാക്കി 4ഉം 5ഉം ഇവാലുവേറ്റ് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് ഇതായിരിക്കും. വേണമെങ്കിൽ ഞാൻ ആ പ്രോബ്ലം ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. 5 1 -1 a equal to 5 1 -1 1 3 -1 1 3 -1 1 -1 3 1 -1 3. ഓക്കെ, ഇതിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പൊ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 സോൾവ് ചെയ്യണം. അപ്പൊ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ 5 മൈനസ് ലാംഡ 1 -1 1 3 മൈനസ് ലാംഡ -1 1 -1 3 മൈനസ് ലാംഡ. അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് 5 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ -1 മൈനസ് 3 മൈനസ് ലാംഡ പ്ലസ് 1 മൈനസ് -1 മൈനസ് 3 മൈനസ് ലാംഡ ഈക്വൽ ടു 0. അതായത് 5 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ 3 സ്ക്വയർ 9 -1 8 എന്ന് വരും. മൈനസ് ഇവിടെ 3 മൈനസ് ലാംഡ പ്ലസ് 1 ആണ്. അപ്പൊ മൈനസ് ഓഫ് 4 മൈനസ് ലാംഡ മൈനസ് ഇവിടെ വരിക -1 -3 എന്ന് പറയുന്നത് -4 വരും. ഇവിടെ മൈനസ് ഓഫ് മൈനസ് ലാംഡ ലാംഡ പ്ലസ് 4. ഇത് ഓൾറെഡി ചെയ്തതായിരിക്കും അല്ലേ? ആണോ? സർ അതല്ല, ഫസ്റ്റ് വണ്ണില് പ്ലസ് 8 അല്ലേ വരിക? എവിടെ ഫസ്റ്റ് വണ്ണിൽ എന്ന് പറഞ്ഞാല് 5 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ മൈനസ് പ്ലസ് 8 അല്ലേ വരിക? യാ പ്ലസ് 8. നൗ അപ്പൊ നമുക്ക് ഇത് -4 അല്ല അല്ലെ? ഇത് ഇത് ലാംഡ -4 എന്നല്ലേ വരിക അവസാനം?
ലാംഡ മൈനസ് 4. മൈനസ് ഓഫ് മൈനസ് ലാംഡ ലാംഡ -1 -3 എന്ന് പറഞ്ഞാൽ -4 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ -4 ഉണ്ടായിരിക്കും, ഇവിടെ +4 ഉണ്ടായിരിക്കും, ഇവിടെ ലാംഡ ഉണ്ടായിരിക്കും, മൈനസ് ലാംഡ ഉണ്ടായിരിക്കും. സോ വാട്ട് യു ഗെറ്റ് ഈസ് ദാറ്റ് 5 മൈനസ് ലാംഡ. ഇതിനെ നമുക്ക് ലാംഡ -4 ഇൻറ്റു ലാംഡ -2 എന്ന് എഴുതാൻ പറ്റും, ഈക്വൽ ടു 0. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു 5, ലാംഡ ഈക്വൽ ടു 2, ലാംഡ ഈക്വൽ ടു 4. 2, 4, 5 ഇതാണ് നമുക്ക് ഐഗൻ വാല്യൂസ് ആയിട്ട് കിട്ടുക. ഇവിടെ 2, 4, 5 ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ എന്താ പറയാ മൾട്ടിപ്ലൈ ചെയ്യാതെ എഴുതിയാൽ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ട് ചില പ്രോബ്ലങ്ങൾ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കിട്ടും. ലാംഡ സ്ക്വയർ -6 ലാംഡ +8 അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂബിക് പോളിനോമിയൽ ആയാൽ പിന്നെ നമ്മൾ സിന്തറ്റിക് ഡിവിഷനും ഒക്കെ നടത്തിയിട്ട് വേണം കിട്ടാനായിട്ട്. ഇത് ഭാഗ്യത്തിന് നമുക്ക് ലാംഡ -4 ലാംഡ -2 എന്ന് എഴുതാൻ പറ്റിയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ കിട്ടണമെന്നില്ല, ഈ പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറുകൾ കാണാം. ആദ്യം നമുക്ക് ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ കാണാം. അപ്പൊ ആ സന്ദർഭത്തിൽ a മൈനസ് ലാംഡ i എന്ന് പറഞ്ഞാൽ a മൈനസ് 2i ആണ്. a മൈനസ് 2i എന്ന് പറഞ്ഞാൽ നമ്മുടെ a എന്ന് പറയുന്ന മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസിൽ നിന്നൊക്കെ 2 കുറയ്ക്കണം, ബാക്കി എല്ലാം അതുപോലെ എഴുതാം. അപ്പൊ എന്ത് വരും? ഡയഗണൽ എൻട്രീസ് എന്ത് വരും? 5, 3, 3 ആണ്. അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 3, 1, 1 എന്ന് വരും. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതാം. 1 -1 1 -1 1 -1 അല്ലെ? 1 -1 1 -1 1 -1 ഇങ്ങനെയാണ്. ഇനി നമുക്ക് a മൈനസ് ലാംഡ i x ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഹോമോജിനിയസ് സിസ്റ്റം സോൾവ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ കാനോനിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് ചെയ്യാം. സോ ദിസ് ക്യാൻ ബി ചേഞ്ച്ഡ് ടു സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് 1 1 -1 3 1 -1 1 -1 1 എന്ന്. ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ 1 താഴെയുള്ള ആൾക്കാരെയൊക്കെ 0 ആക്കാം. സോ 1 1 ഞാൻ എന്താണ് ഒരു ഓപ്പറേഷൻ എന്ന് എഴുതണല്ലേ, നമ്മളത് കുറെ തവണ എഴുതിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതുന്നു. -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 0 -2 -3 കൊണ്ട് 2 എന്ന്. പിന്നെ ജസ്റ്റ് R3 - R1 കാണുന്നു. 0 -2 2. ഇതിനെ നമുക്ക് 1 1 -1 0 1 -1 0 -2 2 എന്ന് എഴുതാം. ജസ്റ്റ് സെക്കൻഡ് റോയെ -2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ദിസ് ഈസ് ചേഞ്ച് ടു 1 0 0. R1 - R2 ചെയ്യുന്നു, ഈ 1നെ 0 ആക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ റോ അങ്ങനെ തന്നെ 0 1 -1. ദെൻ മൂന്നാമത്തെ റോ 0, അതായത് R3 ചേഞ്ച് ടു R3 + 2R2 എന്നാകും. അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് 0 0 0. അപ്പോ a മൈനസ് ലാംഡ i x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തായി മാറും? അത് 1 0 0 0 1 -1 0 0 0 x എന്നുള്ളതിന് പകരം x y z എന്ന് എഴുതാം നമുക്ക്, ഈക്വൽ ടു 0 0 0. 3 വേരിയബിൾ ആണല്ലോ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് വരും? x ഈക്വൽ ടു 0. അതാണ് ആദ്യത്തെ നിന്ന് കിട്ടുക. ഇതിൽ നിന്നോ y മൈനസ് z ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിന് ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് z ഈക്വൽ ടു a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു a. അതായത് നമുക്ക് x എന്ന് പറയുന്നത് എന്ത് കിട്ടും? xy z ആണ്. x 0 ആണ്, y a ആണ്, z ഉം a ആണ്. 0 a a എന്നുള്ളതായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ. അതാണ് ഞാനിവിടെ എന്റെ ആൻസർ ആയിട്ട് ജസ്റ്റ് 0 a a എന്ന് എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം. ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ a മൈനസ് ലാംഡ i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ a മൈനസ് 4i. a മൈനസ് 4i എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസിൽ നിന്നെല്ലാം 4 കുറയ്ക്കണം. എന്താ a എന്ന് പറയുന്നത്? 5 ഡയഗണൽ എൻട്രീസ് 5 3 3 ആണ്. അപ്പൊ അതിൽ നിന്നെല്ലാം 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഡയഗണൽ എൻട്രീസ് 1 -1 -1 വരും. ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെയാ 1 -1 1 -1 1 -1 ആണ് അല്ലെ? ഇറ്റ് വിൽ ബി 1 -1 1 1 1. നൗ അതിനെ കാനോണിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരണം. 1 1 1 0 -2 0 0 -2 0. രണ്ടാമത്തെ റോയെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 1 0 1 0 0 0 0 -2 0. ദെൻ ഫസ്റ്റ് റോ മൈനസ് സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാൽ 1 0 1 0 1 0 0 0 0. സെക്കൻഡ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തേർഡ് റോയായിട്ട് ആഡ് ചെയ്യാം. അപ്പോ a മൈനസ്
a minus lambda I x equal to 0 implies a minus lambda I ക്ക് പകരം എന്ത് എഴുതാം 1 0 1 0 1 0 0 0 0 x എന്ന് പറഞ്ഞാൽ x y z equal to 0 0 0. What you get is x plus z equal to 0, y equal to 0. അപ്പൊ നമ്മൾ ആർബിട്രറി വാല്യൂ z ന് കൊടുക്കാം. Put z equal to a. Therefore, x will be equal to minus a. അല്ലെങ്കിൽ x equal to a എന്ന് കൊടുത്താൽ മതി. അപ്പൊ z equal to minus a എന്ന് വരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ x എന്ന് പറയുന്നത് y എങ്ങനെയായാലും 0, x എന്ന് പറയുന്നത് മൈനസ് എ, എക്സിനാണ് a കൊടുക്കുന്നതെങ്കിൽ a 0 മൈനസ് a എന്ന് കിട്ടും. a can be any വാല്യൂ. അപ്പൊ പിന്നെ രണ്ട് ഉത്തരമായാലും ശരിയാണ്. അതാണ് a0 a എന്നാണല്ലോ ഞാനിവിടെ എഴുതിയിട്ടില്ല. എന്തെങ്കിലും വന്നിട്ടുണ്ടോ? x മൈനസ് z എന്നൊന്നും അല്ലല്ലോ അല്ലെ? 1 0 minus 1 എവിടെയാ ഇതാണോ? യെസ് സർ. സർ അതിന്റെ മുകളിൽ തൊട്ട് ലാസ്റ്റ് ആകുമ്പോൾ -1 ആണ്. 1 1 minus 1. ഓക്കെ ഫൈൻ. ഇവിടെ അല്ലേ? Yeah, this is -1 minus 1. Yeah. So ഇത് x plus z എന്നല്ല വരിക, x minus z എന്നാണ്. x minus z എന്നാണ് വരിക. അപ്പോൾ z equal to a എന്ന് പറഞ്ഞാൽ x equal to plus a തന്നെയാണ്. അപ്പോൾ a തന്നെയാണ്. അതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ലാംഡ ഈക്വൽ ടു 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ഇതാണ്. അതൊരു വലിയ പ്രോബ്ലം ആണ് ശരിക്കും. ഒരു 3x3 മെട്രിക്സ് തന്നിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും അല്ലെങ്കിൽ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സ് വാല്യൂവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എസ്ഐക്ക് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അത് നല്ലപോലെ മനസ്സിലാക്കുക. ദെൻ ഫിഫ്ത്ത് പ്രോബ്ലം നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസും അതായത് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സിന് വാല്യൂവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ പ്രോബ്ലം അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഞാൻ ജസ്റ്റ് അതിന്റെ ആൻസറുകൾ ഒന്ന് എഴുതി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1 ഉം 5 ഉം രണ്ട് ഐഗൻ വാല്യൂസേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രണ്ടെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് വാല്യൂവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു പ്രോബ്ലം ഇത് ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. 1 0 2 0 2 1 2 0 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. അതിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സ് വാല്യൂവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i വാല്യൂവേറ്റ് ചെയ്യുന്നു. ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഈ പോളിനോമിയൽ കിട്ടും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് -1 അതിന്റെ ഒരു റൂട്ട് ആണെന്ന് മനസ്സിലാവും സബ്സ്റ്റിറ്റ്യൂഷൻ വഴി. -1 അപ്പൊ അത് ആദ്യത്തെ റൂട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. പലപ്പോഴും 1 -1 2 -2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിയാവുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമുക്ക് പൊതുവെ ഉണ്ടാവുക. അങ്ങനെ വരുന്ന പ്രോബ്ലംസ് നോക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ 1 -1 2 -2 ഒക്കെ നോക്കുക, അല്ലെങ്കിൽ 3 -3 കൂടി ഒക്കെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ -1 ഒരു റൂട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിന്തറ്റിക് ഡിവിഷൻ നടത്താം. 1 -4 1 6 ആണ്. -1 എടുത്തു കഴിയുമ്പോൾ ഇവിടെ 0 എന്ന് എഴുതും നമ്മൾ. 1 ഉം 0 ആഡ് ചെയ്യുന്നു. 1 into -1 എഴുതി ആഡ് ചെയ്യുമ്പോൾ -5 -5 -1 കൂടി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 5 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 6 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 0 എന്ന് വരും. അപ്പൊ നമുക്ക് ലാംഡ സ്ക്വയർ -5 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. അതായത് ലാംഡ -2 ഇൻറ്റു ലാംഡ -3 ഈക്വൽ ടു 0. അതായത് ലാംഡ ഈക്വൽ ടു 2 ഉം ലാംഡ ഈക്വൽ ടു 3. ഓൾറെഡി -1 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുന്നത് -1 ഉം 2 ഉം 3 ഉം ആയിരിക്കും. ഇനി ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറുകൾ വാല്യൂവേറ്റ് ചെയ്യണം. അപ്പൊ ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ വാല്യൂവേറ്റ് ചെയ്യാൻ a മൈനസ് ലാംഡ i വാല്യൂവേറ്റ് ചെയ്യുക. a മൈനസ് ലാംഡ i. അപ്പൊ ഡയഗണൽ എൻട്രീസിൽ നിന്നെല്ലാം -1 കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിന്റെ കാനോനിക്കൽ ഫോം എഴുതുക. കാനോനിക്കൽ ഫോം എഴുതിയാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? x പ്ലസ് z ഈക്വൽ ടു 0, y പ്ലസ് 1/3 z ഈക്വൽ ടു 0. അതാണ് ഇവിടെ എഴുതിയത്. x പ്ലസ് z ഈക്വൽ ടു 0, y പ്ലസ് z/3 ഈക്വൽ ടു 0. ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ റാങ്ക് 2 ആണ്, അൺനോൺസ് 3 ആണ്. അപ്പൊ ഒരു വേരിയബിളിനാണ് നമ്മൾ ആർബിട്രറി വാല്യൂ കൊടുക്കേണ്ടത്. അത് z-ന് കൊടുക്കാം. z-ന് കൊടുത്താൽ z-ന് a എന്ന് കൊടുത്താൽ x ഈക്വൽ ടു -a എന്നും y ഈക്വൽ ടു -a/3 എന്നും കിട്ടും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എന്ന് പറയുന്നത് -a -a/3 a. അതാണ് ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ. ഇനി ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ഇതുപോലെ തന്നെ a മൈനസ് ലാംഡ i എടുക്കുക. അവിടെ ലാംഡ ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഡയഗണൽ എൻട്രീസിൽ നിന്നെല്ലാം 2 സബ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് കാനോനിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരിക. കാനോനിക്കൽ ഫോം എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? x ഈക്വൽ ടു 0, z ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 1 ആണല്ലോ. ഇത് തെറ്റിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയല്ല. ട്രൂ. എക്സ് തിരിച്ചാണ് വരിക. ഇത് x ഈക്വൽ ടു 0, നോട്ട് y ഈക്വൽ ടു 0, z ഈക്വൽ ടു 0 എന്നാണ് വരിക. z ഈക്വൽ ടു 0. കാരണം ഇങ്ങനെയല്ലേ വരുന്നത്? z ഈക്വൽ ടു 0, y ക്യാൻ ബി എനി വാല്യൂ, y ഈക്വൽ ടു a. കാരണം ഇവിടെ y എന്ന് വരും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x പ്ലസ് 0y പ്ലസ് 0z ഈക്വൽ ടു 0.
0x plus 0y plus z equal to 0. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ x equal to 0 എന്ന് എഴുതുന്നത്. ഇതിൽ നിന്നാണ് z equal to 0 എന്ന് എഴുതുന്നത്. വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് വൈക്ക് ആർബിട്രറി വാല്യൂ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് വരിക 0a 0. അങ്ങനെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? അതെ, Okay, sir. ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്, ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ കാണണം. അതുപോലെ തന്നെ റിപ്പീറ്റഡ് പ്രൊസീജിയർ ആണ്, അത് പലവട്ടം ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, തെറ്റാതെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. a മൈനസ് ലാംഡ എഴുതുന്നു, അപ്പൊ നമുക്ക് കാനോണിക്കൽ ഫോം ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിന്റെ അർത്ഥം x മൈനസ് z ഈക്വൽ ടു 0, y മൈനസ് z ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് z ഈക്വൽ ടു a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് x ഈക്വൽ ടു a എന്ന് കിട്ടും, y ഈക്വൽ ടു a എന്ന് കിട്ടും. അതായത് a എന്നുള്ളതായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ. ഓക്കെ, Okay, sir. ദെൻ ഇവിടെ രണ്ട് പ്രോബ്ലം കൂടി, രണ്ടല്ല 3 പ്രോബ്ലം കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. 7, 8, 9. അതിനകത്ത് 9ന്റെയും 8ന്റെയും ആൻസർ എഴുതിയിട്ടുണ്ട്. 7ന്റെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. ചിലപ്പോൾ അത് ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആയിരിക്കും. 5 ടെക്സ്റ്റിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലം വർക്ക്ഡ് ഔട്ട് ആയിട്ടുണ്ട്. എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞ് 2, 2, 1, 1, 3, 1, 1, 2, 2 എന്ന് പറയുന്ന ആ പ്രോബ്ലം, അതിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുക എന്നുള്ളത് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക, എന്നിട്ട് ടെക്സ്റ്റിലുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതിന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് 1ഉം 5ഉം മാത്രമാണ്, 2 ഐഗൻ വാല്യൂസ് ആണ് കിട്ടുക, 1ഉം 5ഉം. എന്നിട്ട് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറും 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറും വാല്യൂ ചെയ്യുക. അതും ഒന്ന് ചെയ്ത് നോക്കാവുന്ന പ്രോബ്ലമാണ്. ഇപ്പൊ ഇതെല്ലാം തന്നെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ആ പ്രോബ്ലംസ് ചെയ്തൊരു പരിശീലനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ ചെയ്തുകൊണ്ടായില്ല, നിങ്ങൾ തന്നെ അത് എഴുതി നോക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിന്നുപോകും. രാവിലെ നമ്മൾ ഐഗൻ വാല്യൂസ് എന്ന കാര്യങ്ങൾ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, ഇതും ശ്രദ്ധിക്കണം. പക്ഷേ 3x3 മെട്രിക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. റൂട്ട്സ് കണ്ടുപിടിക്കണമല്ലോ, ക്യൂബിക് ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് കാണുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഓരോ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറുകളും നമ്മൾ വാല്യുവേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ കുറച്ച് പ്രോബ്ലം ഒക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തു. ചെയ്യാത്ത പ്രോബ്ലംസ് എല്ലാം, അല്ലെങ്കിൽ ചെയ്ത പ്രോബ്ലം ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് അത് നിങ്ങൾ സ്വയം ചെയ്ത് എഴുതിയെടുക്കുന്നതിലൂടെയാണ് അത് പഠിക്കുക. പ്രോബ്ലം സ്വയം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാവുകയും എന്താ പറയുക, തെറ്റാതെ ചെയ്യാനായിട്ട് ഒരു പരിശീലനം ഉണ്ടാവുകയും ചെയ്യും. ഇസ് ദാറ്റ് ഓക്കെ?